ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ പലസ്തീന് കണ്ണടച്ച് പിന്തുണ നൽകുന്നവരാണ് ഹൂതികൾ. അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങളുടെ കപ്പൽ മുക്കുന്നത് അവർ തുടരുകയും ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ കപ്പലുകൾ വരെ ഹൂതികൾ ആക്രമിച്ചു. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഹൂതികളുടെ ആക്രമണം സംബന്ധിച്ച വാർത്തകളൊന്നും പുറത്തു വന്നിരുന്നില്ല. ഇപ്പോഴിതാ ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഹൂതികൾ കടലിൽ മുക്കിയ കപ്പലുകളുടെ കണക്കും പുറത്തു വന്നിരിക്കുന്നു. ഹൂതികൾ ആക്രമണം തുടരുകയായിരുന്നു. വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയിരുന്നില്ല എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഹൂതികൾ ഏറ്റവും കൂടുതൽ കടുപ്പിച്ചത് കഴിഞ്ഞ മാസമാണ്. 2024 ജൂണിൽ മാത്രം 16 ആക്രമണങ്ങളാണ് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയത്. UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് പുറത്തുവിട്ട കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഗസയിലെ പലസ്തീനികൾക്ക് നേരെയുള്ള ഇസ്രായേലി സർക്കാരിൻ്റെ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഹൂതികൾ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ആരംഭിച്ചത്. ഇതിനോടകം നിരവധി കപ്പലുകൾക്ക് നേരെ ഹൂതികൾ മിസൈൽ തൊടുത്തുവിട്ടിട്ടുണ്ട്. ചെങ്കടൽ, ഏദൻ കടലിടുക്ക്, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയിലൂടെ സഞ്ചരിച്ച കപ്പലുകൾക്ക് നേരെയാണ് ഹൂതികൾ കൂടുതലായും ആക്രമണം നടത്തിയത്. യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ 60-ൽ അധികം കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. സ്ഥിരീകരിക്കാത്ത നിരവധി ആക്രമണങ്ങളും നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലുമായി ബന്ധമില്ലാത്ത വാണിജ്യ കപ്പലുകളും ഹൂതികളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. നവംബറിൽ 3 നാവികരെങ്കിലും ഹൂതികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ട് പറയുന്നു. ജൂൺ 12-ന് ഹൂതികളുടെ ആക്രമണത്തിൽ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള 2 കപ്പലുകൾ പൂർണ്ണമായും കടലിൽ മുങ്ങിയിരുന്നു. ഹൂതികളുടെ ആക്രമണത്തെ ചെറുക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് രൂപീകരിച്ച സംയുക്ത സൈന്യത്തിൻ്റെ പരാജയം കൂടിയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്.